അതെ, ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ പോകുന്നത് പളനിക്കാണ്. അപ്പം നമ്മളതിനകത്ത് നേരെ നമ്മളെ താനൂരുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നമ്മളൊരു 10 മിനിറ്റ് അവിടെ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് ട്രെയിൻ കിട്ടി. നമുക്ക് കിട്ടിയത് കോയമ്പത്തൂർ എക്സ്പ്രസ്സാണ്. അപ്പോൾ നമ്മളെ കൂടെ മൊത്തം 8 പേരുണ്ട്. 8 പേരെന്ന് പറയുമ്പോൾ ഇത് 8 പേരും ഒരു ഫാമിലി ഉള്ളവർ തന്നെയാണ് കേട്ടോ. ചെറുതും വലുതും എല്ലാത്തിനെയും കൂടെ കൂട്ടിയാണ് 8 പേര്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് തന്നെ കുട്ടികളെല്ലാം ആകെ യോയോ ആണ്. എല്ലാവരും ഹാപ്പി മൂഡിലാണ്. അപ്പോൾ തൊട്ട് തന്നെ എൻ്റെ മോന്തായി പുറത്തോട്ട് നോക്കി ഇങ്ങനെ വായുമ്പോളം നീക്കിയാണ്. വേറെ കാര്യമൊന്നുമല്ല, അവൻ ആ ഗ്രില്ല് കണ്ടപ്പോൾ അവൻ എന്തോ കൗതുകം തോന്നി. പക്ഷെ നമുക്ക് പേടിയാണ്, കാരണം കയ്യോ തലയോ പുറത്തിട്ട് കഴിഞ്ഞില്ലേ. എന്നാലും എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളെ ഫാമിലിക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ നമുക്ക് തന്നെ കിട്ടിയിട്ടാണ്. നമുക്ക് അങ്ങനെ ഇറുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പാലക്കാടൊക്കെ എത്തിയപ്പോൾ ഏകദേശം എന്താ ഇത് അവസ്ഥയായിരുന്നു. ആരും ഇല്ലായിരുന്നു, കുറേ സ്ഥലമുണ്ട് ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനിടയിൽ എൻ്റെ മോൻ ഉറങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് സൈഡാവാൻ തുടങ്ങി. എല്ലാവർക്കും ഉറക്കം വീണ്. ആ ഇരിക്കുന്ന ചെറിയ ആളില്ലേ, അയാളെ മുട്ടയടിക്കാനുള്ളതാണ്. കുറേ നേരം അങ്ങനെ ഇരുന്നിരുന്ന സമയം പോയി. പിന്നെ വായിക്കൊള്ളാത്ത കുറേ സ്ഥലങ്ങളെത്തി. പറയാനൊന്നും പറ്റില്ല. ആണ്ടിപ്പെട്ടി, എന്തോ പെട്ടി, വട്ടപ്പെട്ടി, അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ പേര്. എനിക്ക് കണ്ടപ്പോൾ നൊസ്റ്റാൾജിയോ തോന്നിയ സ്റ്റേഷനാണ് നിങ്ങൾ കണ്ടത്. അതിൻ്റെ ഇടയ്ക്കൊരു ബിരിയാണിയൊക്കെ തട്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. വെജിറ്റബിളാണ് കേട്ടോ. നമ്മൾ പളനിക്ക് പോവല്ലേ, അപ്പോൾ നമ്മൾ ഒരാഴ്ച കൊണ്ട് നോമ്പാണ്. ഇടയ്ക്ക് കുറേ കാറ്റാടി മരങ്ങളൊക്കെ കണ്ട് പിന്നെ കുറേ നേരം. പിന്നെ അവിടുന്ന് പളനിക്ക് പോയി മുട്ടയൊക്കെ അടിച്ച് മുട്ട അടിച്ചിട്ട് ഇതാണ് എല്ലാവരും മോന്തേരെ അവസ്ഥ. നമ്മുടെ പളനിയാണ് കേട്ടോ. മുട്ടയടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പറ്റിയില്ല. ഫുള്ള് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോയി. നമ്മൾ നിന്ന ഹോട്ടലിൻ്റെ നേരെയുള്ള അമ്പലമാണ്. ഇവിടെയൊക്കെ പോയി തൊഴാൻ പറ്റി. ഞാൻ ഇതിന് മുന്നേ ഒരു 6 വർഷം മുമ്പേ പളനിക്ക് വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് കയറാൻ പറ്റിയില്ല. ഇത്തവണ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. ഇതാണ് നമ്മൾ ആദ്യം നിന്ന മുറി. വലിയ സൗകര്യം ഉണ്ടോയെന്ന് വെച്ചാൽ കുറവായിരുന്നു, പക്ഷെ നമുക്ക് ചെന്നപ്പോൾ കിട്ടിയ മുറി ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൽക്കാലം ഇന്നൊരു നൈറ്റ് അവിടെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കയറി പോകണമെന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ ഞങ്ങൾ 7-7:30 മണിയോളമായി. അപ്പോൾ അതിനുശേഷം നമുക്ക് മറ്റേ ട്രെയിനിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നടന്ന് തന്നെ കയറി. അത് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ രാവിലെ മധുരയ്ക്ക് വന്നു. ഇത് നമ്മൾ മധുരയിലെടുത്ത മുറി. അപ്പോൾ തുടക്കം തന്നെ ബാത്റൂം കാണിക്കുന്നതിൽ ക്ഷമിക്കണം, പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മൾ നേരെ ഇതൊക്കെയാണ് നമ്മളെ മുറി. അത്യാവശ്യം നല്ല സെറ്റപ്പൊക്കെ ഉള്ള മുറിയാണ്. നല്ല വൃത്തിയുണ്ട്, TV ഉണ്ട്, കാറ്റുണ്ട്, AC ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, കാരണം കുട്ടി പലപ്പോഴും എൻ്റെ കയ്യിലായതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനിടയിൽ ഞങ്ങൾ മധുരദേവിക്കുള്ള പ്രസാദവും കാര്യങ്ങളൊക്കെ വാങ്ങി. അമ്പലത്തിനകത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. നല്ലൊരു തിരിച്ചടിയാണ് കിട്ടിയത്. ഇതേപോലെ തന്നെ പളനിയിലും അവിടെയും നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അമ്പലത്തിന് ചുറ്റും കുറേ നേരം കിടന്ന് കറങ്ങി. ഒരു 1.5 മണിക്കൂർ അവിടെ തന്നെ കിടന്ന് കറങ്ങി. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു വരവൊക്കെ കണ്ടു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം തോന്നുന്നു. കാണാത്ത കുറേ കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. ഈ കാളുണ്ടല്ലോ, ഇത് അമ്പലത്തിനകത്തായിരുന്നു നിന്നത്. ഈ ആനയും അമ്പലത്തിനകത്ത് തന്നെയായിരുന്നു. അതിനുശേഷം അവർ ഈ വരവിന് വേണ്ടി ഇറക്കിയതാണെന്ന് തോന്നുന്നു. പിന്നെയും നമ്മൾ കുറേ അവിടെ നടന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ജിഗർദന്ത എന്ന് പറഞ്ഞ സാധനം കുടിച്ചു. അത് പായസം കണക്കിരിക്കും, നല്ല ടേസ്റ്റാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല, പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് നമ്മളിതാ ഈ ഗോപുരമൊക്കെ കണ്ടു. അതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെയും കുറേ നേരം നടന്നു. പക്ഷേ ഇതൊക്കെ ഭയങ്കര ബിസിനസ്സിൻ്റെ ഏരിയയാണ് കേട്ടോ. നല്ല ചിലവാണ് ഇവിടെ വന്നാൽ. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മൾ നേരെ തിരിച്ചു പോകാനുള്ള ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ്. ഞങ്ങൾ 6 മണിയായപ്പോൾ റൂമിൽ നിന്ന് വെക്കറ്റ് ചെയ്ത് ഇറങ്ങി. അവിടെ നിന്ന് നേരെ ട്രെയിൻ കയറി. അതിനിടയിൽ ഏതോ ഒരു പയ്യൻ്റെ ഫോൺ ആരോ അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞൊരു വിഷയം അവിടെ ഉണ്ടായിരുന്നു. അടിച്ചുകൊണ്ട് പോയ ആൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് സ്കൂട്ടായി. ഈ മലയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഈ നമ്മൾ തിരിച്ച് റിവേഴ്സ് എടുത്ത് വരുന്ന ഈ വഴി മൊത്തം, റിവേഴ്സ് മീൻസ് നമ്മൾ പളനിയിൽ പോയിട്ട് ഇപ്പോൾ തിരിച്ച് വരെയല്ലേ. ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ തന്നെയാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല അടിപൊളിയാണ്. ഇവിടെ ഇത്രയും ഭാഗം കൃഷി ചെയ്തെങ്കിലും കുറേ ഭാഗം കൃഷി ചെയ്യാതെ കിടപ്പുണ്ട്. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് നമ്മൾ പോണ വഴിക്ക്. പക്ഷെ നമുക്ക് ഇങ്ങനെ അടിപൊളി ഭക്ഷണങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനിടയിൽ നമ്മളെ കൂടെ വന്ന 2 പേർക്ക് ഫുഡ് പോയിസൺ അടിച്ചു, ഭക്ഷണം ശരിയല്ലാഞ്ഞിട്ട്. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒരു 1.5-2 മണിക്കൂറോളം നമ്മൾ പിടിച്ചിട്ട് നമ്മൾ കോയമ്പത്തൂരാണ് കേട്ടോ. കോയമ്പത്തൂർ നമ്മൾ 2 മണിക്കൂർ അവിടെ തന്നെ കിടക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. പിന്നെയും കുറേ നേരം നമ്മളിങ്ങനെ യാത്ര ചെയ്ത് കുറേ ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് പോയി. സത്യം പറഞ്ഞാൽ ഇരുന്നിരുന്ന് മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ദൂരം ഉണ്ടായിരുന്നു. പോയ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ച് വരികയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് എടുത്ത് കുറേ നേരം അങ്ങനെ കളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര കുറേ നേരം ബോറടിച്ച്. പിന്നെ നമ്മളിവിടെ ചെന്നപ്പോൾ വേറൊരു ക്ഷേത്രം കണ്ടു. ഇത് ഒരു മലയുടെ മണ്ടയിലാണ്. സെയിം മുരുകൻ, ആ പളനിയുടെ കാണുന്നത് പളനിയെ പോലെ തന്നെയാണ് കാണുന്നത്. മലയുടെ ഉയരത്തിലാണ് ഈ അമ്പലം. ഈ അമ്പലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ കുറേ സൂം ചെയ്യാൻ എടുത്ത് നോക്കി, പക്ഷെ പറ്റണില്ല. പിന്നെ അതും കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പളനി അമ്പലമൊക്കെ കാണാം കേട്ടോ.